ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ ആദ്യത്തെ 3 മത്സരങ്ങളിൽ തുടർ തോൽവികൾക്ക് ശേഷം ടൂർണമെൻറ്റിലേക്ക് അതിശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും വിജയം നേടിയ ചെന്നൈക്ക് ഇപ്പോൾ 4 പോയിൻ്റാണുള്ളത്. ടൂർണമെൻറ്റിൽ മുംബൈക്ക് തൊട്ട് മുന്നിലായി 8ാം സ്ഥാനത്താണ് ഇപ്പോൾ ചെന്നൈ. അതേസമയം 4 പോയിൻ്റുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് 4ാം സ്ഥാനത്താണുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും സൺറൈസേഴ്സിന് ഒരു മത്സരം അവർ കുറച്ചേ കളിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് റൺ റേറ്റും കൂടുതലുണ്ട്. പക്ഷേ അടുത്ത 2-3 കളികളിൽ ഇതേ മൊമെൻറ്റം തുടരാൻ പറ്റിക്കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് തീർച്ചയായും ടോപ്പ് 4-ലെത്തും. സഞ്ജു സാംസൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ 3 മത്സരങ്ങളിലെ പരാജയത്തിന് ശേഷം, അതായത് 2 അക്കം കാണാൻ പറ്റാത്തതിന് ശേഷം ഒരു വലിയ സെഞ്ചുറിയുമായി തിരിച്ചു വന്നു. കഴിഞ്ഞ കളിയിൽ അർദ്ധ സെഞ്ചുറിക്ക് തൊട്ട് മുൻപാണ് അദ്ദേഹം പുറത്തായത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം 45-ന് മേലെയാണ്. സ്ട്രൈക്ക് റേറ്റോ 180-ക്ക് മേലെയാണ്. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് വേൾഡ് കപ്പിലെ പോലെ തന്നെ ഒരു മഹത്തായ തിരിച്ചുവരവ് തന്നെ IPL ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറിൻ്റെ ലിസ്റ്റിൽ സഞ്ജു സാംസൺ 5ാം സ്ഥാനത്താണ്. വിസ്ഡൻ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡൊക്കെ നേടി നിൽക്കുകയാണ് സഞ്ജു. ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു പക്ഷേ ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറായാലും അത്ഭുതപ്പെടാനില്ല. പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ചെന്നൈക്ക് ഉണ്ടായിട്ടുണ്ട്. ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അൻഷുൽ കാംബോജ് വളരെ സ്ഥിരതയാർന്ന ബോളിംഗാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഓവർടേണും ഒരു മത്സരത്തിൻ്റെ 4 വിക്കറ്റ് എടുത്ത് 18 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 4 വിക്കറ്റ് എടുത്തിട്ടാണ് അദ്ദേഹം CSK ജയിപ്പിച്ചത്. അപ്പം 2 പേരും ഫോമിലെത്തി കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തോടു കൂടി തന്നെ സ്പിന്നേഴ്സും അപാര ഫോമിലേക്ക് ഉയർന്നിട്ടുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ടത് അഖിൽ ഹുസൈനാണ്. അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ബാറ്റ്സ്മാൻമാരെ അതീവ ഡിഫെൻഡിങ്ങിലേക്കാണ് തള്ളിവിടുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ബോളർമാർക്ക് കൂടി അത് വിക്കറ്റ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. നൂർ അഹമ്മദും വളരെ തകർപ്പൻ പ്രകടനം തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അദ്ദേഹം 2-3 വിക്കറ്റ് എടുത്തു കഴിഞ്ഞ മത്സരത്തിൽ. അത് നോക്കുമ്പോൾ ചെന്നൈക്ക് വരും മത്സരങ്ങളിലും വിജയിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഫസ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ അഖിൽ ഹുസൈനെ ഫസ്റ്റ് ലെവലിൽ നിന്ന് ഇറക്കുകയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു ബിഗ് ഹിറ്റർ കൂടിയാണ് ബാറ്റിംഗ് കണക്കിലെടുക്കുമ്പോൾ. ഓവറോൾ ചെന്നൈയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം മനോഹരമായിരുന്നു. എന്തായാലും ഈ ഒരു രീതിയിൽ ചെന്നൈ മുന്നോട്ട് പോവുകയാണെങ്കിൽ നോക്കൗട്ടിലെത്താൻ ചെന്നൈക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ടിയില്ല.